നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് എത്ര വില കൂടിയാലും കൃഷി നഷ്ടമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ 300 രൂപയ്ക്ക് പുറത്ത് വന്നെങ്കിലേ റബ്ബർ കൃഷിയുടെ ലാഭം ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വില കൂടിയില്ലെങ്കിലും നമ്മുടെ റബ്ബർ കൃഷി എങ്ങനെ ലാഭകരമാക്കി എടുക്കാം എന്നതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് കൃഷി ചെയ്താലും നമ്മളത് ശ്രദ്ധിച്ച് അതിൻ്റെ പരിചരണം വേണ്ട വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് കൃഷിയും വിജയം കൈവരിക്കാനായിട്ട് പറ്റും. അപ്പോൾ കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനുള്ള പോംവഴികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടാപ്പിങ്ങിലാണ് ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ടാപ്പിംഗ് വളരെ മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പാദനം കുറവായിരിക്കും, കൂടുതൽ നാൾ നിൽക്കുകയില്ല. കൂടുതൽ നാൾ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ കൂടുതൽ കാലം എങ്ങനെ നിർത്താൻ പറ്റും? അപ്പോൾ നമുക്ക് പട്ട ചീവുന്നതിൻ്റെ അളവ് വളരെ കുറച്ചായിരിക്കണം. അപ്പോൾ നമ്മൾ പട്ട ഒരുപാട് ചീവി കളഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഈ മരം കണ്ടില്ലേ, അപ്പോൾ അവരാണെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡ് 3-4 വർഷം കൊണ്ട് തീർത്ത് അടുത്ത സൈഡും തീർത്ത് റീപട്ട വന്നപ്പോഴത്തേക്ക് പട്ടയ്ക്ക് കനമില്ല, അവർക്കത് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തീരെ പട്ടം കനം കുറവായതുകൊണ്ട് അത് വീണ്ടും തടി തെളിഞ്ഞു വരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ തടി തെളിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികകാലം അവിടെ റബ്ബർ മരം നിർത്തിക്കൊണ്ടു പറ്റത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലും ആ 2 സൈഡും തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ വെട്ടാൻ പട്ട കാണില്ല, പിന്നെ നമ്മൾ ഷോർട്ടർ വെട്ടേണ്ട ഒരു സ്ഥിതിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പൊതുവേ എല്ലാവരും പറയും റബ്ബർ മരം നമുക്ക് 15-20 വർഷത്തിൽ കൂടുതൽ ടാപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അത് മുറിച്ച് കളയണമെന്ന് പറയും. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 100 വർഷമാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയാണ്? 80 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സെന്നൊക്കെ പറയും. എങ്കിലും മനുഷ്യർ മിക്കവാറും ആൾക്കാർ 70 വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഈ റബ്ബർ മരം 100 വർഷം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ റബ്ബർ മരം 80 വർഷം ഒരു കേടും വരാതെ നമുക്ക് നിർത്താനായിട്ട് പറ്റും. അങ്ങനെ പറ്റുമെങ്കിലും ചിലപ്പോൾ പ്രകൃതിക്ഷോഭമൊക്കെ വന്ന് റബ്ബർ മരം ഒടിയുന്നത് കാണാം. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മരം 50 വർഷം നമ്മൾ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റബ്ബർ മരം വളരെ ലാഭകരമായിരിക്കും. അതായത് നമ്മളൊരു 15 വർഷം കഴിഞ്ഞിട്ട് മുറിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൈ വെക്കുന്നിടം തൊട്ട് പിന്നെ വളർത്തിയെടുത്ത് അടുത്ത ടാപ്പിങ്ങിന് വരുന്നിടം വരെയുള്ള ചിലവുകൾ അധിക ചിലവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ മുറിച്ച് കളയാതെ വീണ്ടും ടാപ്പിംഗ് തുടരുകയാണെങ്കിൽ ഈ കാലയളവിലുള്ള ക്യാഷ് നമുക്ക് ലാഭകരമായിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റബ്ബർ മരം 50 വർഷം ടാപ്പിംഗ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സാധാരണ ടാപ്പിംഗ് ആരംഭിക്കുമ്പോൾ ഒരു 5-6 വർഷമൊക്കെ അതിമനോഹരമായിട്ട് ടാപ്പിംഗ് ചെയ്യും. പിന്നെ അതിനുശേഷം ഈ മനോഹാരിതയൊക്കെ അങ്ങ് മാറി കുണ്ടും കുഴിയാട്ടൊക്കെ കിടക്കുന്ന കാണാം. റബ്ബർ മരം കണ്ടു കഴിഞ്ഞാൽ തടി തെളിഞ്ഞിരിക്കുന്ന കാണാം, തൊലി പോലും അതിൽ കാണത്തില്ല. ചില മരങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കർഷകർ തന്നെ പറയും, ഓ ഈ മരം പോയി, കൊള്ളത്തില്ല, ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് ചെയ്യണം, ഉടനെ ചെയ്യണം. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധ അവസാനം വരെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കനത്തിൽ മാത്രമേ ടാപ്പിംഗ് ചെയ്യാവുള്ളൂ. അതായത് ഒന്നിക്കൊന്നരാണ് ടാപ്പിംഗ് നടക്കുന്ന മരങ്ങൾ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ടാപ്പിംഗ് ചെയ്യുന്ന മരമാണെങ്കിൽ അതിൽ കൂടുതൽ കനത്തിൽ ചീവി കളയേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരുപാട് പട്ട ചീവി കളഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള അളവിൽ മാത്രം ചീവി കളഞ്ഞാൽ മതി. ചിലത് ചുമ്മാ അങ്ങ് ചെത്തി കളയുന്നത്, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ന്യൂസ് പേപ്പറിൻ്റെ കനത്തിൽ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് നമുക്ക് എങ്ങനെ പോയാലും 8 വർഷം ടാപ്പിംഗ് ചെയ്യാം. അടുത്ത വർഷം 8 വർഷം ടാപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറ സൈഡിൽ വരുമ്പോഴത്തേക്ക് ആദ്യം വെട്ടിയ സൈഡിൽ വരുമ്പോഴത്തേക്ക് 16 വർഷവും 16 വർഷമാകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല പട്ടക്കരവും. അതുകൊണ്ട് ഈ മരം കണ്ടില്ലേ, ഈ മരം അങ്ങനെ ടാപ്പിംഗ് ചെയ്ത ഒരു മരമാണ്, എൻ്റെ സ്വന്തം മരമാണ്. അപ്പോൾ അത് കണ്ടില്ലേ, അതുകൊണ്ട് ഇപ്പം ആ റീപ്പട്ട വന്നപ്പോൾ തന്നെ നല്ല പട്ടക്കന കണ്ടില്ലേ. അതുകൊണ്ട് ആദ്യം ആ വെട്ടിയ പട്ടയിലൊന്നും ഒരു കുണ്ടും കുഴി ഒന്നുമില്ല, ഒരു കായം പോലും കാണാനില്ല, നല്ല വളരെ ഭംഗിയായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എങ്ങനെ ടാപ്പിംഗ് ചെയ്തേ അതേപോലെ തന്നെ നമുക്ക് റീപ്പട്ട ടാപ്പിംഗ് ചെയ്യാൻ പറ്റും, നല്ല പട്ടക്കനം കിട്ടുകയും ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് പാല് കൂടുതൽ കിട്ടുള്ളൂ. ചിലർ പറയാൻ റീപ്പട്ട വെട്ടി കഴിഞ്ഞാൽ പാല് കുറവാണെന്ന്. അപ്പോൾ കുറയാനുള്ള കാരണം ഇതാണ്, പെട്ടെന്ന് ഒരു 4 വർഷം വെട്ടി അല്ലെ 8 വർഷം 2 സൈഡ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവിടെ പട്ടക്കനവും കാണത്തില്ല, പാലും കാണത്തില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ 20 വർഷമാണല്ലോ ടാപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 50 വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ വർഷവും അധിക ലാഭമാണ്. ചിലർ പറയാൻ റബ്ബർ തടി കൊടുത്താൽ ക്യാഷ് കിട്ടുന്നു. റബ്ബർ തടി കൊടുത്താൽ കിട്ടുന്ന ക്യാഷ് കൊണ്ട് നമുക്ക് അടുത്ത പ്ലാന്റ് ചെയ്യാൻ അതിനുള്ള ക്യാഷേ കാണത്തുള്ളൂ. അതായത് JCB വെച്ച് നിരത്തി തൈ നട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈ പൈസ തീർന്നാണ്, പിന്നെ പൈസ കാണത്തില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടാണ് പൈസ ചിലവാക്കേണ്ടത്, ഇങ്ങോട്ടാണെങ്കിൽ ഒരു വരുമാനവും ഇല്ല. മറ്റേതാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വരുമാനം കാണും. 50 വർഷത്തേക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ടതായിട്ട് വരില്ല. 50 വർഷം കഴിഞ്ഞ് നമ്മൾ കൊടുക്കുമ്പം ഈ തടിക്ക് നല്ല വിലയായിരിക്കും. അപ്പോൾ നല്ല വിളഞ്ഞ തടിയായിരിക്കും, നമുക്ക് ഏറ്റവും കൂടിയൊരു വില കിട്ടും, നല്ലൊരു വില കിട്ടും. നമുക്ക് ഇതേപോലെ തടിയെ കൊള്ളാതെ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാൽപ്പട്ട പൂർണ്ണമായിട്ടും തെളിച്ചെടുക്കണം. പക്ഷേ തണ്ണിപ്പട്ട കൊള്ളാനും പാടില്ല. തണ്ണിപ്പട്ട കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുന്ന ജലവും വളവും എല്ലാം കൂടെ അവിടെ വെച്ച് ലീക്കാവുന്നത്. അപ്പോൾ റബ്ബറിന് അത്രമാത്രം ക്ഷീണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തണ്ണിപ്പട്ട മുറിയാതെ പാൽപ്പട്ട പൂർണ്ണമായിട്ടും തെളിച്ചെടുത്ത് നമുക്ക് ടാപ്പിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഉൽപ്പാദനം കൂടുതൽ കിട്ടും, നമുക്ക് ഇതേ വർഷങ്ങൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ചിലർ ചോദിക്കും പട്ടമരവെപ്പ് വരത്തില്ലെന്ന്. അപ്പോൾ പട്ടമരവെപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതായത് 6 മാസം ഒരു സൈഡ് ടാപ്പിംഗ് ചെയ്ത് 6 മാസം അപ്പുറത്തെ സൈഡ് ടാപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പട്ടമരവെപ്പ് വരാനുള്ള സാധ്യത കുറയുന്നു. ചിലർ പറയുന്നത് കേൾക്കാം, ഇന്ന് ടാപ്പിംഗ് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ആദായം പോയി എന്ന്. പക്ഷേ നമ്മൾ വേറെ ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ ആദായം പോയെന്ന് പറയും. പക്ഷേ നമ്മുടെ റബ്ബർ മരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ടാപ്പിംഗ് ചെയ്തില്ലെങ്കിലും നമ്മുടെ പാൽ എങ്ങും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ആ മരത്തിൽ തന്നെ ആ പാല് കാണും, അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വെട്ടിയാലും നമുക്ക് ആ പാല് കിട്ടും. ചിലർ പറയും, ചില മരം പൊട്ടി ഒലിക്കും പറയും ഇത് റബ്ബർ വെട്ടാൻ നിൽക്കുന്നുണ്ടാണ്. പക്ഷേ അതുകൊണ്ടല്ല, അതൊരു ചീക്ക് രോഗം വന്ന് അവിടെ വെച്ച് പൊട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ റബ്ബർ മരം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 50 വർഷം വരെ ടാപ്പിംഗ് ചെയ്യാനും പറ്റും. നമ്മുടെ ഈ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ലാഭകരമായിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് പോകാനും പറ്റുകയുള്ളൂ.
ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.